നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനിലും അതുപോലെ തന്നെ ഇസ്രായേലും വളരെ വലിയ രീതിയിലുള്ള മറിയാനുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു ദിവസമായി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇറാൻ വളരെ രഹസ്യമായി സൂക്ഷിച്ച പല കാര്യങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. സർ, പറഞ്ഞു വരുന്നത് ഈ ഖമനയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അങ്ങനെയല്ല, അദ്ദേഹം വളരെ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ ട്വിറ്ററൊക്കെ വരാറുണ്ട്, ഇസ്രായേലിനെ വെല്ലുവിളിച്ചൊക്കെ. ഇപ്പോഴിതാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു 85 വയസ്സുകാരനായിട്ടുള്ള ഖമനേയി കോമയിലാണെന്നും അദ്ദേഹം പരമോന്നത നേതാവ് എന്നുള്ള ആ ഒരു സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നുവെന്നും പകരം രണ്ടാമത്തെ മകൻ അതിലേക്ക് ചുമതലയേൽക്കുന്നുവെന്നും പറയുന്നു. ഇറാന്റെ ജനത എരുതിയിൽ നിന്നും വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. ഇസ്രായേൽ മാധ്യമങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ അതിനെ തള്ളുന്ന സാഹചര്യവുമുണ്ട്. എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് താങ്കൾക്ക് തോന്നുന്നു? ഇന്നലെ ഖമനേയി മരിച്ചു എന്നുള്ള വാർത്തയും വന്നു. വളരെ രസകരമായ കാര്യങ്ങളാണ് ഈ ജിയോ പൊളിറ്റിക്സിൽ സംഭവിക്കുന്നത്. ആക്ച്വലി ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള ഇനിയും ക്ലാരിഫിക്കേഷൻ വരാൻ. ഇപ്പോ ശ്രീജ സൂചിപ്പിച്ച ഈ വാർത്ത പിന്നെ ഇറാന്റെ ഔദ്യോഗിക ഏജൻസി ഇർണയാണ് ഇത് പ്രഖ്യാപിച്ചത്. അതായത് ഈ മീറ്റിംഗ് നടന്നു എന്ന് പറയുന്നു. അപ്പോ പിന്നെ ഇറാനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒന്നായിരുന്നു പേജർ എക്സ്പ്ലോഷൻസ്. അതിലാണ് ഈ മോസ്തഫ അമാനി എന്ന് പറയുന്ന ഈ ഇറാന്റെ ലെബണനിലെ പ്രതിനിധിക്ക് അംബാസഡർ പരിക്കേൽക്കുന്നത്. അത് വളരെ ഗുരുതരമായ പരിക്കായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ മോസ്തഫ എന്ന് പറയുന്നത് പിന്നെ ഖമനയുടെ വളരെ അടുത്ത ആളും പല കാര്യങ്ങളിലും അതായത് ഈ വിദേശ ബന്ധങ്ങളിലൊക്കെ കൃത്യമായ ഉപദേശം ഇദ്ദേഹത്തിന്റെ നേടിയിട്ടാണ് പിന്നെ ഖമനേയി കാര്യങ്ങൾ ഓപ്പറേറ്റ് ഉണ്ട്. അപ്പൊ ഖമനയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഇദ്ദേഹത്തിന് മോസ്തഫയ്ക്ക് അമാനിക്ക് പിന്നെ പരിക്കേറ്റു എന്നുള്ളതാണ് പുള്ളി ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. അപ്പൊ ഇതിനിടയ്ക്ക് ഇദ്ദേഹം എന്താണ് അജ്ഞാത കേന്ദ്രത്തിലേക്ക് സുരക്ഷയുടെ ഭാഗമായിട്ട് പോവുകയും ചെയ്തു. വളരെ ഗുരുതരമായ രോഗം ഖമനേയ്ക്ക് ഉണ്ട് എന്നും അത് കാരണം ആണ് ഇദ്ദേഹം പുറത്ത് പ്രത്യക്ഷപ്പെടാത്തതെന്നും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വളരെ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നു. ഇന്നലെ ചില പിന്നെ വാർത്തകൾ വന്നിരുന്നത് ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ. ഒരുപക്ഷെ ആ വാർത്തകൾ വന്നതിന് ശേഷമായിരിക്കാം ഇന്നലെ പിന്നെ ഈ അമാനിയുമായി ഖമനേയി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ കൂടിക്കാഴ്ച നടത്തുന്ന വാർത്ത ശരിയാണ് എങ്കിൽ ഇദ്ദേഹം ആരോഗ്യവാൻ നമ്മൾ പിന്നെ കരുതേണ്ടി വരും. ഇല്ല എങ്കിൽ പിന്നെ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇവരുടെ ബോധപൂർവമായ ശ്രമമായിരിക്കാം. നമുക്ക് ഈ രണ്ട് സാധ്യതകൾ, കാരണം രണ്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. പ്രത്യേകിച്ചും ആക്സസ് ഇല്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അവര് പുറത്തുവരുന്ന വിവരങ്ങൾ മാത്രം നമുക്ക് ആശ്രയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രണ്ടും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. പക്ഷെ സാർ, അപ്പോഴും ഇറാൻ പറയുന്നുണ്ട് ഇസ്രായേൽ പുറത്തുവിടുന്ന വാർത്തകൾ തെറ്റാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായി തന്നെ ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം ഇത് പറയുന്നു. ജെറുസലേം പോസ്റ്റിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. 85-കാരനായ പരമോന്നത നേതാവ് ആ സ്ഥാനം മാറി രണ്ടാമത്തെ മകനിലേക്ക് വരുന്നു എന്ന്. ഇനി അഥവാ ഒരുപക്ഷെ 85 വയസ്സോളം ആകുന്നുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്ഥാനം മാറി പകരം ഒരാൾ വരേണ്ടതാണ്. ഈ പരമോന്നത നേതാവ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ലേബൽ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ ഒരിടത്തും ഇല്ലല്ലോ. പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ് ആണ്. പക്ഷെ ഒരു രാജവാഴ്ച പോലെ ഇപ്പോഴും അവിടെ ഇത്തരം ഒരു കാര്യം നടക്കുന്നത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മൃഗീയമായ ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. കാരണം ഈ തോക്കെടുത്ത ഖമനയേക്കാൾ ക്രൂരനായിട്ടുള്ള ആളാണ് ഇനി വരാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ ജനതയുടെ ഒരു കാര്യമുണ്ട്. ഒപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഇറാൻ ജനതയെ അവരുടെ ഒരു അവസ്ഥയെ പരിഹസിക്കുകയല്ല, മറിച്ച് ഒരു ദുഃഖത്തോടു കൂടി നെതന്യാഹുവിന്റെ വാക്കുകളും വന്നിരുന്നത്. അപ്പൊ രണ്ടും നമുക്ക് ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ഈ ഇറാൻ ഒരു പ്രസിഡന്റ് ഉണ്ട്, അറിയാമോ? അതെ, വളരെ രസകരമാണ്. അവിടെ അവര് പറയുന്നത് ഞങ്ങള് വലിയ ജനാധിപത്യ രീതിയിലൊക്കെ പോകുന്നതാണ്, ഞങ്ങൾക്കൊരു പ്രസിഡന്റ് ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. പക്ഷേ പ്രസിഡന്റ് അവിടെ ഒരു റോളും ഇല്ല. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഇന്ത്യയിലെ പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പാണ്. ഇന്ത്യയിലെ പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പ് എന്നല്ല, ഒരുപാട് അധികാരങ്ങളുള്ള ആളാണ്. പക്ഷേ ഇറാനിലെ പ്രസിഡന്റിന് ഒരു അധികാരവും ഇല്ല, അദ്ദേഹത്തിനൊന്നും തീരുമാനിക്കാൻ കഴിയില്ല. അദ്ദേഹമാണ് ശരിക്കുള്ള റബ്ബർ സ്റ്റാമ്പ്. ഇവർ ആവശ്യമുള്ള സ്ഥലത്തിട്ട് അടിക്കും എന്നുള്ളത്. അതായത് ലോക വേദിയിൽ കാണിക്കാൻ ഒരു പ്രസിഡന്റ്. അപ്പൊ അതായത് ഈ പിന്നെ ഗ്ലോബൽ മീറ്റും മറ്റു മറിച്ച് വരുന്ന സമയത്ത് അതിനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ള മാത്രം ജോലിയാണ് പുള്ളിക്ക് സപ്പോർട്ടുന്നത്.
ഇനി ശ്രീ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതായത് എന്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളില്ലാത്ത ഒരു ആത്മീയ നേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിട്ട് ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്. അത് 70-ന് ശേഷം ഉണ്ടായൊരു പ്രതിഭാസമാണ്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 1971-72 വരെയൊക്കെ നല്ല രീതിയിൽ ജനാധിപത്യം പുലർന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇറാൻ, പഴയ പേർഷ്യ എന്ന് പറയുന്ന സ്ഥലം. പിന്നീടാണ് ഈ അയത്തുള്ള ഖൊമൈനി എന്ന് പറയുന്ന ആളിൻ്റെ നേതൃത്വത്തിൽ ഈ ജനായത്ത ഗവൺമെന്റ് അട്ടിമറിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കുന്നത്. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിച്ചതോടുകൂടി ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇതിന്റെ പണ്ഡിതന്മാരാണ്. അപ്പൊ അതിന്റെ ഒരു ആചാര്യൻ എന്നുള്ള നിലയ്ക്കാണ് ഇവർക്ക് ഈ പരമോന്നത പദം കൊടുത്തിട്ട് ആത്മീയ ആചാര്യൻ എന്ന് പറയുന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം മറ്റ് സമുദായങ്ങളിൽ അത്രത്തോളം വ്യാപകമല്ല. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടെ ഈ മത നേതാവ് എന്ന് പറയുന്നത് അതിനാണ് പ്രഥമ പരിഗണന. അത് കഴിഞ്ഞാൽ മറ്റെന്തോ ഉള്ളൂ. അവർ ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നതെങ്കിലും മറ്റെവിടെ ജീവിച്ചു കഴിഞ്ഞാലും ഈ മത നേതാക്കൾ പറയുന്നതിനപ്പുറം ചലിക്കില്ല എന്നുള്ളതാണ്. ഇത് ഈ ശരിയായ നിയമം നിൽക്കുന്ന രാജ്യമായിട്ട് കുറച്ചുകൂടി കടുപ്പമാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോ ഈ ഖമനയി പറയുന്ന കാര്യങ്ങൾക്കാണ് അവിടെ മുൻതൂക്കം. കാരണം ഈ ശരിയായ നിയമം നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ പ്രസിഡന്റിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. സൈന്യവും മറ്റു കാര്യങ്ങളും അതുകൂടാതെ ഈ മത പോലീസും എല്ലാം ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്, ഈ ഖമനയുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രസിഡന്റിനോ മറ്റാളുകൾക്കോ ഒന്നും ഒരു നിയന്ത്രണവും ഭരണത്തിന്റെ മേലെ കാര്യമായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മറ്റൊന്ന്, മോസ്തഫ ഖമനയി എന്നാണ് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകന്റെ പേര്. പുള്ളിയാണ് ഈ ശ്രീജ പറഞ്ഞതുപോലെ ഇനി പിൻഗാമിയായിട്ട് വാഴിക്കും എന്ന് പറയുന്നത്. പക്ഷെ അത്ര എളുപ്പമല്ല. കാരണം ഇപ്പോ നേരത്തെ ആയിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഖമനയി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായിട്ട് അടുത്ത ആത്മീയാചാരനായിട്ട് പ്രപ്പോസ് ചെയ്ത് നിർദ്ദേശം വെച്ച് നടത്തിക്കൊണ്ട് പോകാമായിരുന്നു. പക്ഷെ ഇപ്പോ ഈ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ ഭാവി എന്താണ് എന്ന് ഇസ്രായേലും അമേരിക്കയൊക്കെ തീരുമാനിക്കും. ഈ മോസ്തഫ ഖമനയി വരണമോ അതോ അവിടുത്തെ പ്രതിഷേധ നേതൃത്വത്തിൽ ഒരു ജനാധിപത്യ സംവിധാനം ഇവിടെ ഉണ്ടാവണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇനി ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള നീക്കങ്ങളിൽ കൂടിയായിരിക്കും. അത് ഒരുപക്ഷെ ഇദ്ദേഹം സ്വാഭാവിക മരണപ്പെട്ടാലും ഇവരുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാലും അവിടുത്തെ ഭരണത്തിൽ സ്വാഭാവികമായിട്ട് ഈ ഇടപെടൽ, പ്രത്യേകിച്ച് അമേരിക്ക ഇടപെടൽ വളരെ സജീവമായി ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. പക്ഷെ അപ്പോഴും ഈ പ്രസിഡന്റ്, അതായത് നമുക്കറിയാം അതായത് ഈ പ്രസിഡന്റിനേക്കാൾ വലിയൊരു ശക്തിയും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളെ നിയന്ത്രിക്കുന്ന ആ ഒരു അച്ചുതണ്ടും ഈ പരമോന്നത നേതാവ് എന്ന് പറയുന്ന ആ ഒരു ലേബലിൽ ഒതുങ്ങുന്നതിൽ ഈ ഇറാനിലെ ജനങ്ങൾക്ക് തന്നെ അവർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള രോക്ഷമുണ്ട്. മാത്രമല്ല ഈ പലതരത്തിലുള്ള അവിടെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങളുടെയും മുൻകൈ എടുക്കുന്നത് ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന തലവനാണെന്ന് പറയപ്പെടുന്നുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു യോഗം നടന്നത് ഇന്നോ ഇന്നലെയോ അല്ലല്ലോ, നമ്മൾ അറിയുന്നത് ഇന്ന് എന്നുള്ളതേ ഉള്ളൂ. കുറെ നാളുകൾക്ക് മുൻപേ നടന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പരമോന്നത നേതാവ് വരുമ്പോൾ ഇവരെ തന്നെ എതിർക്കുന്ന ഒരു സംഘം ഇറാനിൽ തന്നെ ഉണ്ടല്ലോ. അവിടെ നിന്നൊരു ശക്തമായ എതിർപ്പ് ഉണ്ടാകാനുള്ള സാധ്യത അല്ല. ഈ പൊതുജനങ്ങളുടെ എതിർപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡാണ് ഇറാനെ സംബന്ധിച്ചിട്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊതുജനങ്ങളുടെ പ്രതിഷേധം പോലെ അല്ല അവിടുത്തെ പ്രതിഷേധം. അവരുടെ പ്രതിഷേധത്തിന് പോലും ചില നിയന്ത്രണങ്ങളുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ഇറങ്ങാൻ കഴിയില്ല. നമ്മൾ പിന്നെ കുറച്ചു ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടതാണ്. ഒരു സ്ത്രീ അർദ്ധനഗ്നയായി, അതായത് അത്യാവശ്യം വേഷങ്ങൾ മാത്രം ധരിച്ച് പൊതു രംഗത്ത് വന്നത്. ആ സ്ത്രീയെ കുറിച്ചൊരു വിവരമില്ല. ഇവര് തല്ലിക്കൊന്നോ എന്ത് ചെയ്യുന്നൊരു പിടിയില്ല. അവർ മത പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോയി. എന്താണ് സംഭവിക്കാന്ന് അറിയില്ല. അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ശരിയായ നിയമം വളരെ സജീവമായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പിന്നെ ജനങ്ങളുടെ പ്രതിഷേധത്തിനൊക്കെ ഒരു കൃത്യമായ ഒരു ലിമിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ജനകീയ മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിലുണ്ടാകുന്ന ഒരു സാധനമല്ല. എന്നാൽ പുറമേ നിന്ന് സഹായിക്കാൻ ചില ശക്തികളുണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനത പുറത്തിറങ്ങിയിരിക്കും. ആ സാഹചര്യം തീർച്ചയായിട്ടും ആ സാഹചര്യമാണ് ഇപ്പം പിന്നെ അവിടെ രൂപപ്പെട്ട് വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇറാനിലെ സാഹചര്യം ഏതാണ്ട് അങ്ങനെ പോവുകയാണ്. ഈ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നെതന്യാഹുവിന്റെ ആ ഇറാൻ ജനതയോടുള്ള വാക്കുകൾ എന്നുകൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ടല്ലോ. ഈ ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഖമനയുടെ ഒരു വാർത്ത മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു അറ്റാക്ക് നടന്നിരുന്നു. പക്ഷേ മറ്റ് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ആ വസതിയിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന മറ്റൊരു വാർത്തയാണ് ഹിസ്ബുള്ള തലവന്മാരെ, അതായത്
മറ്റ് തലവന്മാരെ കൂടി വധിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതുകൂടി നമ്മൾ നോക്കുമ്പോൾ ഹിസ്ബുള്ള ഒട്ടും ക്ഷയിച്ചിട്ടില്ല എന്ന് കൂടിയുള്ള കണക്കുകൾ വരട്ടെ. അല്ല, ഹിസ്ബുള്ള അങ്ങനെ പെട്ടെന്ന് ക്ഷയിക്കുന്ന ഒരു സംവിധാനമല്ല. അവർക്ക് ഇറാനിൽ മാത്രമല്ല, ലെബനിൽ അവർക്ക് വേരുകളുണ്ട്, സിറിയയിൽ അവർക്ക് വേരുകളുണ്ട്, മിക്കവാറും അപ്പുറമുള്ള രാജ്യങ്ങളിലെല്ലാം അവർക്ക് വേരുകളുണ്ട്. അവർക്ക് ആവശ്യത്തിന് അവർ പറയുന്ന തരത്തിൽ അവരുടെ പോരാളികൾ പല ഭാഗത്ത് സംഭവമുണ്ട്. ഇല്ലെങ്കിൽ അവർ പുതുതായിട്ട് ആളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരും, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ, ഇസ്രായേലിനേക്കാളേറെ അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിയിൽ ഈ പറഞ്ഞ പോലെ 2 ഫ്ലാഷ് ബോംബ്, 2 3 ഫ്ലാഷ് ബോംബ് പ്രയോഗിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു, ഇത് അവരുടെ ഗാർഡനിൽ എന്തോണ് പതിച്ചതെന്നാണ് വാർത്തകൾ പറയുന്നത്. പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. അപ്പൊ പരിക്കുകൾ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, അവിടെ കയറി ആക്രമിക്കാൻ ഇവർ പ്രാപ്തരായി എന്നാണ്. ഇത് രണ്ടാം തവണ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എന്താണ് ഈ പറഞ്ഞാൽ അഗ്രസീവ് ആവാൻ സാധ്യതയുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത്. ഇനി മറുഭാഗത്ത് അമേരിക്കയെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് 1-2 വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ. ട്രംപിന്റെ ചെവിയുടെ സൈഡിൽ കൂടി ഒരു വെടിയുണ്ട പോയതും ഈ കൊലപാതക ശ്രമമൊക്കെ. ഒരു 3-4 ദിവസം മുമ്പ് ഒരു ഇറാനിയൻ പൗരനെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മാധ്യമങ്ങളിൽ വരാത്ത ഒരു കാര്യമായിരുന്നു. അതായത് അന്ന് ഇദ്ദേഹത്തെ വെടിവെച്ച ആളല്ല, അല്ലാതെ ഒരു 3 തവണ ട്രംപിനെ കൊല്ലാൻ പദ്ധതിയിട്ട ഒരു ഇറാനിയൻ പൗരൻ. ആക്ച്വലി അയാൾ ഇറാനിയനാണ്, അമേരിക്കൻ പൗരത്വം അയാൾ എടുത്തിട്ടുണ്ട്. ഈ 3 ശ്രമങ്ങളും അയാൾ നടത്തിയത് കൃത്യമായിട്ട് ഈ ഖമനയുടെ നിർദ്ദേശപ്രകാരം ഇവർ റിക്രൂട്ട് ചെയ്ത് അമേരിക്കയിൽ വിട്ടതാണ്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആള് ഇനി എങ്ങാനും അമേരിക്കൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അത് നാശം ഉണ്ടാക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഈ ഇസ്ലാമിക് ബെൽറ്റിനായിരിക്കും എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതായത് ഇറാൻ നേതൃത്വം കൊടുക്കുന്ന അപ്പുറത്തെ ജോർദാൻ, ലെബനൻ, സിറിയ, ഈ പറഞ്ഞ പലസ്തീൻ എന്നൊക്കെ പറയുന്ന ഈ ബെൽറ്റിന് ഒരു വലിയൊരു ക്ഷീണം ഉണ്ടാക്കും എന്നവർക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ട്രംപിന്റെ അവസാനം ഇവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഇയാളെ അവിടെ ഡെപ്യൂട്ട് ചെയ്തെന്നാണ് വാർത്തകൾ. പക്ഷെ 3 തവണയും ഇദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അത് ഈ ഇലക്ഷൻ സമയത്താണ്. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പും ഇലക്ഷൻ സമയത്തുമാണ് 3 ശ്രമങ്ങൾ നടന്നത്. അതായത് ഈ കൊലപാതക ശ്രമങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹം നടത്തി എന്നുള്ളതും അതിന്റെ വിശദാംശങ്ങൾ ഇനി പോലീസൊക്കെ ചോദ്യം ചെയ്ത് വിവരങ്ങൾ വെളിയിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇറാനാണ് ഈ അദ്ദേഹത്തെ നേരിട്ട് അമേരിക്കയിലേക്ക് നിയോഗിച്ചതെന്നുള്ളതാണ്. മാത്രമല്ല 3 പരാജയപ്പെട്ടപ്പോൾ പുള്ളിയോട് നിർദ്ദേശം, ഇനി അതിനുവേണ്ടി ശ്രമിക്കണ്ട, ട്രംപിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം, തെരഞ്ഞെടുപ്പിൽ ഇയാൾ തോക്കും, ട്രംപ്. അതായിരുന്നു അവരുടെ കാൽക്കുലേഷൻ. തോറ്റ് നിൽക്കുന്നവനെ കൊല്ലാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശ്രമം നീ ഉപേക്ഷിച്ചേക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾക്ക് നിർദ്ദേശം കൊടുത്തത്. എന്തോ നിർഭാഗ്യം കൊണ്ട് ഇയാൾ പിടിക്കപ്പെട്ടു. ഇയാൾ പിടിക്കപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്ത് വന്നത്. അപ്പോൾ ഇനി കൂടുതൽ വിവരങ്ങൾ ഇയാൾ ചോദ്യം ചെയ്ത് പുറത്ത് വരാനുണ്ട്. ചിലപ്പോൾ അത് ബോധപൂർവ്വം ട്രംപ് പുറത്ത് വിട്ടില്ല എന്ന് വരാം. കാര്യം ഇപ്പം നിലവിൽ ബൈഡന്റെ ഭരണമാണ് നടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കാര്യം ഇടപെടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിലേ പുറത്ത് വരത്തുള്ളൂ. പക്ഷേ ഇദ്ദേഹം വളരെ അഗ്രസീവാണ്. ആര്? നമ്മുടെ ട്രംപ്. എന്തുകൊണ്ട്? തനിക്കെതിരെ ഈ പറഞ്ഞതുപോലുള്ള ആക്രമണങ്ങൾ, നിരന്തരമായ ആക്രമണങ്ങൾ സംഭവിക്കുന്നു. അത് വേറെ ആരും ലോകത്ത് വേറൊരു കൺട്രി ചെയ്യില്ല, ഇസ്ലാമിക രാഷ്ട്രം മാത്രമേ ഉണ്ടാവൂ എന്ന് അദ്ദേഹത്തിന് 100% ഉറപ്പുണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഇദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റ്. അതായത് ഞാൻ ബോർഡർ അടയ്ക്കും, ഒരു ഇല്ലീഗൽ മൈഗ്രന്റിനെ അനുവദിക്കില്ല, ഇസ്ലാമിക തീവ്രവാദം വെച്ചുപൊറിപ്പിക്കില്ല എന്നൊക്കെ ഇദ്ദേഹം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ ഈ അറ്റംപ്റ്റുകളാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ട്രംപിനെ ഏത് രീതിയിലാണോ ഇറാൻ കൊണ്ടുപോകുന്നത് അതേ രീതിയിലേക്ക് നെതന്യാഹുവിനും കൊണ്ടുപോകുന്നുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ? അതായത് ആ ഒരു ആത്മഹത്യാ സ്ക്വാഡുകളും അത്തരം രീതികളും. അങ്ങനെ ഇപ്പൊ സിറിയയില് 2 പേര് പൊട്ടിത്തെറിച്ചല്ലോ. അതായത് ഈ ബെൽറ്റ് ബോംബ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ മനുഷ്യ ബോംബ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ഇറാൻ കടക്കുന്നു. അതായത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പിടിക്കപ്പെടാത്ത രീതിയിൽ വലിയൊരു എക്സ്പ്ലോഷൻ നടത്താൻ അവർ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളെ കൊല്ലാൻ ഏറ്റവും നല്ല മാർഗമാണ്
എന്ന് അവര് ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം ഇങ്ങനൊരു ഇതുണ്ടായത്. അപ്പൊ പുതിയ പുതിയ തന്ത്രങ്ങളിലേക്ക് ഇറാൻ കടക്കുക. ശത്രുക്കളെ എങ്ങനെ വകവരുത്തണം, അത് ഏത് രീതിയാണ് നമുക്ക് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നത്. കാരണം ഈ വലിയ വലിയ അറ്റാക്ക്, മിസൈൽ അറ്റാക്ക് കൊണ്ടൊന്നും അവരുദ്ദേശ എന്താണ് ഈ പ്രയോജനം ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഈ വലിയ സൈനിക ശക്തിയെ, നമുക്ക് നേരിടാൻ കഴിയാത്ത സൈനിക ശക്തിയെ നമുക്ക് ചില ചെറിയ ചെറിയ തന്ത്രങ്ങളിൽ കൂടി നമുക്ക് നമ്മുടെ ടാർഗറ്റുകൾ പൂർത്തിയാക്കാം എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കണം ഈ പറഞ്ഞതുപോലെ ഈ മനുഷ്യ ബോംബുകളെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് അവരുദ്ദേശിച്ച പോലെ വലിയ എന്താണ് മാരകമായ ഒരു മുറിവേൽപ്പിക്കൽ ഉണ്ടാക്കാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനി ഇസ്രായേൽ വീണ്ടും അലർട്ടാവും. കാരണം ഇവര് ഈ ഹ്യൂമൻ ബോംബിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇനി അവർ കുറച്ചുകൂടി കർശനമാക്കും. ഇസ്രായേലിലേക്ക് വന്നു പോകുന്ന ആളുകളെ, അവിടെ താമസിക്കുന്ന അറബികളെ, മറ്റാളുകളെയൊക്കെ അവരിനെ കർശനമായി നിരീക്ഷിക്കാനുള്ള സാധ്യതയാണ് ഇനി കൂടുതൽ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലെബനനിലേക്കുള്ള അറ്റാക്ക് കുറച്ചുകൂടി കടുപ്പിക്കും. നിലവിൽ ലെബനനിൽ അത്ര മാരകമായ ഒരു ആക്രമണം ഇസ്രായേൽ കഴിഞ്ഞ കുറച്ച് ദിവസം നടത്തുന്നില്ല. ഈ പുതിയ സാഹചര്യത്തിൽ അവർ കടുപ്പിക്കും. അതാണ് ബെയ്റൂട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ലെബനനിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് കരയാക്രമണം ശക്തമായി നടക്കുന്നുണ്ടെന്നാണ്. തീർച്ചയായിട്ടും. അതായത് ബെയ്റൂട്ടിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ ഇവന്മാര് തങ്ങിയിരുന്ന സ്ഥലത്താണ് അവർ ബോംബ് ചെയ്തത്. അതിന്റെ വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഘട്ടത്തിന് ഒരു കേടുപാടില്ല. കൃത്യമായ ടാർഗറ്റ് ചെയ്ത് അവിടെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ലെബനനിലേക്കാണ് കേന്ദ്രീകരിക്കുക. ഇല്ല എങ്കിൽ പിന്നെ സിറിയ. കാരണം ഇവര് ഈ മൂവിയാണ് ഈ ഹെസ്ബുള്ള തീവ്രവാദികൾ എന്ന് പറയുന്നത്. അവർ ഇറാനിൽ നിന്നും എനിക്ക് തോന്നുന്നു അവിടെ തന്ത്രം അങ്ങനെയാണെന്നും മറ്റു ഭാഗത്തേക്ക് മൂവിയാണ്. എന്തിനാണ്? ഖമനേയിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ഇവിടെ നിന്ന് പിന്നെ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെടും. പുള്ളിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ മൂവ് ചെയ്ത് പിന്നെ ലെബനനിലേക്കും സിറിയയിലേക്കും പോയി കഴിഞ്ഞാൽ ഇവരുടെ ശ്രദ്ധ അങ്ങോട്ടാവും. ഇവിടെ നിന്നുകൊണ്ട് വീണ്ടും അറ്റാക്ക് ചെയ്യാന്നുള്ള ഒരു ശ്രമമായിരിക്കും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രഹസ്യ യോഗങ്ങളും ഒക്കെ നടന്നത് അതും ഇപ്പോൾ പുറത്താവുന്നത് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ രഹസ്യയോഗങ്ങളൊക്കെ നടന്നത് ഈ പറഞ്ഞതുപോലെ ഇവരുടെ ശ്രദ്ധ മാറ്റിയിട്ടാണ്. അങ്ങനെ ഒരു രഹസ്യയോഗമാണ് ഇസ്രായേൽ വിവരം കിട്ടിയിട്ട് തകർത്ത് കളഞ്ഞത്. അങ്ങനെയാണ് അവരെ കുറെ ഭീകരർ ഒരു കെട്ട് നേതാക്കൾ കൊല്ലപ്പെടുന്ന അങ്ങനെയാണല്ലോ. ഇതൊക്കെ കണ്ടെത്താനുള്ള ശേഷി ഇസ്രായേലിനുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ചാരന്മാര് പല സ്ഥലങ്ങളിലും അവർ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് ഇൻഫർമേഷൻ കിട്ടും. അതനുസരിച്ച് അവർ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. ഇതാണ് ഇപ്പോ ഉള്ള ഏറ്റവും പുതുതായി പിന്നെ ഇറാനിൽ പിന്നെ ഇസ്രായേൽ സംഘർഷത്തെ കുറിച്ച് നടക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കാര്യങ്ങൾ. വിവരം തീർച്ചയായിട്ടും. പക്ഷെ അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ ഖമനേയിയുടെ സ്ഥാനം മാറി പുതിയൊരു അല്ലെങ്കിൽ അവതാര പിറവിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ അതിനെ ഭയക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യത്തിന് കൂടി ഉത്തരം പറയാൻ നമുക്ക് അവസാനിപ്പിക്കാം. ഇസ്രായേല് ഒരിക്കലും ഭയക്കില്ല. കാര്യം ഇതിനേക്കാളും വളരെ ക്രൂരനായിരുന്നു അയത്തുള്ള ഖൊമൈനി, അദ്ദേഹത്തിന്റെ കാലഘട്ടം. അതിനെ അതിജീവിച്ചവരാണ് ഇസ്രായേലുകാർ. പിന്നെ പക്ഷെ അന്ന് എനിക്ക് ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയുധങ്ങളും മറ്റു സംവിധാനങ്ങളൊന്നും ഇരുകൂട്ടർക്കും ഇല്ലായിരുന്നു. അതായത് ഇസ്രായേലിന്റെ പക്കത്തിലും ഇല്ലായിരുന്നു, ഇറാന്റെ പക്ഷത്തും ഇല്ലായിരുന്നു. ഈ കാലം പോകെ പോകെ ത്രട്ടുകൾ വളരെ ഭീകരമാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കാണ് ഇവര് സ്വന്തം നിലയിൽ അവരുടെ ഈ ഡിഫൻസ് സിസ്റ്റം വളരെ സ്ട്രോങ് ആക്കി മാറ്റുന്നത് ഇസ്രായേൽ. അതുകൊണ്ട് അവർക്ക് കോൺഫിഡന്റ് ആണ്. അവര് ഞങ്ങളെ മേലെ അങ്ങനെ വലിയ തോതിൽ ആക്രമണം ആർക്ക് നടത്താൻ കഴിയില്ല എന്ന ഒരു കൃത്യമായ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇപ്പൊ ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയ്ക്ക് ഒപ്പം ചേരാനായിട്ട് അമേരിക്ക വില്ലിങ്നെസ് പ്രകടിപ്പിച്ചോടുകൂടി എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞോടുകൂടി നമുക്കറിയില്ല, നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് വളരെ വിശ്വസനീയ ഒരു സുഹൃത്തിനെ കിട്ടുകഴിഞ്ഞാൽ നമ്മൾ വലിയ സന്തോഷത്തോടെ ഊർജ്ജത്തോടെ നമ്മൾ പെരുമാറുമല്ലോ. ഏതാണ്ട് അതേ സാഹചര്യത്തിലായിരിക്കണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇദ്ദേഹത്തിന്റെ ഇളയമാൻ വന്നതുകൊണ്ടോ മൂത്തമാൻ വന്നതുകൊണ്ടോ ഒന്നും ഭയക്കുന്ന ആളുകളല്ല ഇസ്രായേൽ. അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണോ ഹമാസിനെ ഇപ്പം ആൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് അതേ അടിസ്ഥാനത്തിൽ ഹിസ്ബുള്ളയും ഫിനിഷ് ചെയ്യുക. ഇസ്രായേലിനെതിരെ ഏതൊക്കെ റാഡിക്കൽ ഗ്രൂപ്പുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുവോ അവരെ എല്ലാം എന്ത് ചെയ്യുക, നിശബ്ദമാക്കുക എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇറാനിയൻ ജനതയ്ക്ക് വലിയ താമസമില്ലാതെ ഈ കാടൻ ഭരണത്തിൽ നിന്ന് മോചനം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാടൻ ഭരണത്തിൽ നിന്ന് മോചനം തന്നെ ഉടൻ തന്നെ ഇറാൻ ജനതയ്ക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നെതന്യാഹുവിന്റെ വാക്കുകൾ ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ആവർത്തിക്കാം. അതായത് ആ ഒരു ദയനീയ അവസ്ഥ അത് മാറി ഒരു പുതിയ നല്ല പുലരി ഇറാനിൽ ഉണ്ടാകട്ടെ നമുക്ക് ആശംസിക്കാം. നമസ്കാരം.